ഹലോ, എല്ലാവർക്കും നമസ്കാരം. ജാൻദക്ഷ് വേൾഡിലേക്ക് സ്വാഗതം. ഓണം എല്ലാവരും അടിച്ചു പൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു. ശരിക്കും നമ്മുടെ ഈ എല്ലാവരും ആഘോഷിക്കുന്ന ജാതി മതഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഓണം, അല്ലേ? അത് അവിടെ നമ്മൾക്ക് പണക്കാരൊന്നുമില്ല, പാവപ്പെട്ടവരൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന, മലയാളികൾ എവിടെയുണ്ടോ അവിടെ എല്ലാം ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഓണം. ഇപ്പം ഞങ്ങളുടെ റിട്ടയർമെൻ്റ് ആയിട്ട് ഞാനിപ്പോൾ ഒരു 5 വർഷമായി റിട്ടയർമെൻ്റ് ആയിട്ട്. പക്ഷേ ഈ ഓണത്തിൻ്റെ സെലിബ്രേഷൻസ് ഇപ്പോഴും തീർന്നിട്ടില്ല കേട്ടോ. ഇന്നിപ്പോൾ ഒരു ഓണത്തിൻ്റെ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയൊക്കെ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നിയൊന്ന് ചെറുതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. നമ്മൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ജീവിതത്തിൻ്റെ ഒരു സായാഹ്നമൊക്കെ ആയി. നമ്മൾ സന്തോഷിക്കാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും നമ്മൾ സന്തോഷിക്കണം. എന്നും നമ്മൾക്ക് ഇങ്ങനെ ദുഃഖം, അങ്ങനെ അയ്യോ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് അയ്യോ ഇനി ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കും, നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും, അങ്ങനെയുള്ള യാതൊരു എന്താ പറയുക, അതൊന്നും വേണ്ട. നമ്മൾക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന, അതിന് പ്രായോ ഇതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾക്ക് എവിടെയാണ് സന്തോഷം, ആ സന്തോഷത്തിന് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മളത് ആഘോഷിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരിയല്ലേ ഞാൻ പറയുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിലൊരു എതിരഭിപ്രായം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ജീവിതം എന്ന് പറയുന്നത് ക്ഷണികമാണ്. ഇപ്പോൾ നമ്മളുടെ ഇതിൽ സംബന്ധിച്ച് ഇപ്പോൾ പറയുകയാണെങ്കിൽ ചെറിയ ചെറിയ കുട്ടികളാണ് കുഴഞ്ഞു വീണ് മരിക്കുന്നതും. എല്ലായിടത്തും നമ്മൾ എടുത്തു നോക്കിക്കോളൂ. ഈവൻ എൻ്റെ ഇപ്പോൾ ഒരു സ്വന്തം എന്ന് പറയാം, അവരുടെ ഒരു മോനും ഓണം ഉണ്ടൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കിടന്നുറങ്ങിയ കുട്ടിയാണ്. 40 വയസ്സേ ഉള്ളൂ. കുട്ടി മരിച്ചു, ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതാണ്. അപ്പം ജീവിതം എന്ന് പറയുന്നത് ക്ഷണികമാണ്. അപ്പം നമ്മൾ കഴിയുന്നതും നമ്മളതിനെ സന്തോഷിക്കുക. ആ കിട്ടുന്ന അവസരങ്ങൾ ഒരു നിമിഷം പോലും നമ്മൾ പാഴാക്കാതെ ആ സന്തോഷത്തെ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കുക. പിന്നെ ദുഃഖങ്ങളില്ലാത്ത മനുഷ്യരില്ല, അത് ഞാൻ എന്നും പറയുന്നതാണ്. ദുഃഖത്തിന് അതിൻ്റേതായ പാട്ടിനങ്ങ് വിട്ടേക്ക്. ദുഃഖം വരും, ചിലപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റാത്തതായിരിക്കും. പക്ഷെ അന്ന് പറഞ്ഞ് നമ്മൾ അത് ഓർത്ത് നമ്മളിങ്ങനെ ജീവിതകാലം മുഴുവനും കഴിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയല്ല. കിട്ടുന്ന അവസരങ്ങൾ നമുക്ക് ദൈവം തന്ന ജീവിതമല്ലേ ഇത്, മാക്സിമം സന്തോഷിക്കും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ റിട്ടയറായിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ വീട്ടിലിരുന്നിട്ടില്ല. വീണ്ടും പാട്ടിനെ ഞാൻ തട്ടിക്കൂട്ടിയെടുത്തു. വീണ്ടും ഞാനൊരു 5 വർഷം പഠിച്ചിരുന്നതാണ്, വീണ്ടും അതിനെ ഇതാക്കിയെടുത്തു. ഇപ്പം എനിക്ക് കുറച്ച് അവസരങ്ങൾ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അപ്പം ഞാനത് എൻ്റെ കഴിവ് പരമാവധി ഞാനത് പുരോഗമിപ്പിക്കാൻ നോക്കാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, ഒരു മോട്ടിവേഷനായിട്ട് അമ്മ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അവിടെ തൃപ്പൂണിത്തുറ ശബരി ഹാളിൽ വെച്ചിട്ടായിരുന്നു ഇന്നത്തെ ഫങ്ഷൻ. അവിടെ നിന്ന് ഇതിപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 4 വരി പാടാട്ടോ. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ പൂവേ പൂവേ, നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂവോ, ഇതാ ഇതാ ഇതാ. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ പൂവേ പൂവേ, നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂവോ, ഇതാ ഇതാ ഇതാ. ഇനി നമുക്ക് അടുത്ത ഓണത്തിന് നമ്മൾക്ക് ആയുസ്സും ആരോഗ്യവും ദൈവം തന്ന് വീണ്ടും നമ്മൾക്ക് എല്ലാവർക്കും കൂടെ കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ജാൻദക്ഷ് വേൾഡ് ഇത്രയും നേരം ശ്രവിച്ച എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവിധ ആശംസകളും ആരോഗ്യം സൗഖ്യം എല്ലാം കിട്ടട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.